ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ മട്ടൻ മസാലയാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. മട്ടൻ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ മട്ടനാണ്. അതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം, പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ 3 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, അതും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. അതിനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ പൊടികളൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി, കാരണം കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഒരു 7 വിസിൽ കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. മട്ടൻ്റെ വേവിനനുസരിച്ച് വിസിൽ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വേവുള്ള മട്ടൻ ആയതുകൊണ്ട് ഞാൻ 7 വിസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് നല്ല ജീരകവും. ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. മട്ടനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി നല്ല ജീരകം കൂടി അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ മട്ടൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നല്ലൊരു മസാലയായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു മസാലയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കിനും ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.